സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസിങ് പാർട്ട് നമ്മൾ പറഞ്ഞതാണ്. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് സെൻസ് ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ സെൻസ് ഓർഗൻസും അതിനകത്ത് കാണുന്ന റെസപ്റ്റേഴ്സുമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ണിനകത്ത് ഐക്ക് അകത്തുള്ള റെസപ്റ്റർ ഏതാണ്? ഫോട്ടോ റെസപ്റ്റർ. അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ഐനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും നമുക്കതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ ഐ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് ക്ലാസ്സുകളിലായിട്ട് വേണം അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 8, 9, 10 ക്ലാസ്സുകളുടെ ബയോളജി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾക്കനുസരിച്ചിട്ടുള്ള വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഹ്യൂമൻ ഐ. The eye is an important sense organ that provides perception about the external world. നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ തരുന്ന ആരാണ്? നമ്മുടെ കണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ. അപ്പോൾ ഇനി എവിടെയാണ് ഈ കണ്ണുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, നമ്മുടെ തല അല്ലേ, അതായത് നമ്മുടെ സ്കള്ള്, നമ്മുടെ തലയോട്ടിയിൽ സ്കള്ളിൽ 2 കുഴികളുണ്ട്, 2 ഡിപ്രഷൻസ് ഉണ്ട്. ഡിപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഴികൾ എന്നാണ്. ഈ ഡിപ്രഷൻസിലാണ് നമ്മുടെ കണ്ണുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ സ്കള്ളിനകത്തുള്ള ഡിപ്രഷനെ വിളിക്കും ഐ സോക്കറ്റ് എന്ന്. എന്തെന്ന്? ഐ സോക്കറ്റ്. ഇനി ഒരു കുഴിക്കകത്ത് ഒരു ബോൾ പോലത്തെ സാധനം എടുത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുമോ? നിങ്ങൾ താഴെ മണങ്ങുന്ന സമയത്ത് ഇത് താഴെ പോവില്ലേ? എന്നാൽ പോവില്ല. നിങ്ങളുടെ കണ്ണങ്ങനെ പോവോ? ഇല്ല. എന്തുകൊണ്ടാണ് പോവാത്തതെന്നറിയോ? നമ്മുടെ കണ്ണ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐ മസിൽസ് കൊണ്ടാണ്. ഐ സോക്കറ്റിനകത്ത് കണ്ണുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഐ മസിൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചിത്രം കാണാം. ഐ സോക്കറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഐ മസിൽസിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് അവിടെ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മളത് വഴിയെ പഠിക്കും. ഐ ലാഷസ് ഉണ്ട്, ഐ ലിഡ്സ് ഉണ്ട്, ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട്. ഈ ലാക്രിമൽ ഗ്ലാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിയർ ഗ്ലാൻഡ് തന്നെയാണ്, കണ്ണുനീർ ഗ്രന്ഥികളാണ്. ഓക്കെ, അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം നമ്മൾക്ക് ഇത്രയേ വേണ്ടൂ. ഐ സോക്കറ്റ് നമ്മുടെ തലയോട്ടിക്കകത്ത്, സ്കള്ളിനകത്ത് കണ്ണുകൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡിപ്രഷനെയാണ് ഐ സോക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഐ മസിൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് കണ്ണുകൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, കൺജങ്ക്റ്റൈവ. കണ്ണിൻ്റെ 2 ഭാഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് ലാക്രിമൽ ഗ്ലാൻസും ഒന്ന് കൺജങ്ക്റ്റൈവയും. കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. ഇത് ഞാൻ പറയുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ച് ഇങ്ങോട്ട് വന്നാലോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാനിവിടെ തരാം. എന്നാലേ നിങ്ങൾക്ക് എന്താണ് കൺജങ്ക്റ്റൈവ എന്ന് കൃത്യമായി മനസ്സിലാവും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ ഒരു നടുക്കെയുള്ള സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കണ്ണിന് പ്രധാനമായിട്ടും നമുക്ക് 3 ലെയേഴ്സാക്കി ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സ് ഉണ്ടെന്ന് ഓർത്തു വെക്കുക. നിങ്ങൾക്കിവിടെ കാണാം, ഈ ഭാഗത്ത് കാണാം. ഫസ്റ്റ് വൺ, ഏറ്റവും പുറമേ കാണുന്ന ലെയർ സ്ക്ലീറ. എന്താണ്? സ്ക്ലീറ. ഏറ്റവും പുറമേ കാണുന്ന കണ്ണിൻ്റെ ലെയറാണ് ഇത്, സ്ക്ലീറ. ഏറ്റവും പുറത്താണ് കേട്ടോ, എക്സ്റ്റേണൽ ലെയറാണ് കണ്ണിൻ്റെ. രണ്ടാമത്തെ ലെയർ കൊറോയിഡ്. എന്താ സെക്കൻഡ് ലെയറിനെ വിളിക്കുന്ന പേര്? കൊറോയിഡ്. തേർഡ് ലെയർ റെറ്റിന. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറാണ് റെറ്റിന. കണ്ണിന് 3 ലെയറാണുള്ളത്. ഔട്ടർ മോസ്റ്റ് സ്ക്ലീറ, ഏറ്റവും മിഡിലായി കിടക്കുന്നത് കോറോയിഡ്, ആൻഡ് ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയി കിടക്കുന്ന ആളാണ് റെറ്റിന. ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നില്ല. അതിൽ സ്ക്ലീറയുടെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഈ സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്കിവിടെ കാണാം, കോർണിയ എന്നെഴുതിയിട്ടുണ്ട്. സ്ക്ലീറയുടെ ഫ്രണ്ട് പാർട്ട്, സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ ഫ്രണ്ട്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്ന ഭാഗം, ആൻറ്റീരിയർ പാർട്ട്. ആ ആൻറ്റീരിയർ പാർട്ട്
ട്രാൻസ്പാരൻ്റ് ആണ്. എന്ന് വച്ചാൽ ലൈറ്റ് കടത്തിവിടുന്ന ഭാഗമാണ്. അങ്ങനെ ലൈറ്റ് കടത്തിവിടുന്ന ഈ ഭാഗത്തെ പറയും കോർണിയ. കോർണിയ ആ എഴുതിയ ഭാഗത്ത് മാത്രമൊന്നല്ല കേട്ടോ, ഫുള്ളായിട്ട് ആ എന്താ പറയുക, ഒരു ലെൻസിൻ്റെ ഷേപ്പിൽ വരുന്നില്ലേ, ഒരു ഹാഫ് ഷേപ്പിൽ വരുന്നില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോൺവെക്സ് ഷേപ്പിൽ വരുന്നില്ലേ, ആ കോൺവെക്സ് ഷേപ്പിൽ ഫുള്ള് വരുന്നതാണ് ആ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന കോർണിയ. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, ലൈറ്റിനെ കടത്തിവിടും. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണേ. എന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകും, നമ്മൾ ആദ്യം വന്ന സ്ലൈഡിലേക്ക് തിരിച്ചു പോകും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സ്. ഔട്ടർ മോസ്റ്റ് ലെയർ സ്ക്ലീറ, സെക്കൻഡ് ലെയർ കോറോയിഡ്, ഇന്നർ മോസ്റ്റ് ലെയർ റെറ്റിന. സ്ക്ലീറ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, അതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് കോർണിയ. കോർണിയയുടെ പ്രത്യേകത ഇറ്റ് ഇസ് ട്രാൻസ്പാരൻറ്റ്, ഇറ്റ് പാസസ് ലൈറ്റ്. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, ലൈറ്റ് പാസ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി തിരിച്ചു വരികയാണേ. കോർണിയ എന്താണെന്നും എവിടെയാണെന്നും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം, എങ്കിലേ ഞാൻ പറയുന്ന കൺജങ്ക്റ്റൈവ കൃത്യമായി മനസ്സിലാവുള്ളൂ. നോക്കാം. കൺജങ്ക്റ്റൈവ ഇറ്റ് ഈസ് എ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെംബ്രെയിൻ ആണ്. ഇതെന്ത് കവർ ചെയ്യും? ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. ആൻറ്റീരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻഭാഗം എന്നാണ് കേട്ടോ. ആൻറ്റീരിയർ എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അത് മുൻഭാഗമാണ് ആൻറ്റീരിയർ പാർട്ട്. ഓക്കെ, ഇറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. കണ്ണിൻ്റെ മുൻഭാഗത്തെ കവർ ചെയ്യുന്നു. ഇൻക്ലൂഡിങ് ദ ഐലിഡ്സ് എക്സെപ്റ്റ് ദ കോർണിയ. നമ്മുടെ കൺപോളകളിലെ ഐലിഡ്സിൻ്റെ അടിഭാഗത്തടക്കം നിങ്ങൾക്ക് എന്ത് കാണാം? കൺജങ്ക്റ്റൈവ കാണാം. പക്ഷേ എക്സെപ്റ്റ് ദ കോർണിയ, കോർണിയക്ക് മുകളിൽ എന്തില്ല? കൺജങ്ക്റ്റൈവ ഇല്ല. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തിനാണ് ആദ്യം കുറച്ച് പുറകിലേക്ക് മുന്നിലേക്ക് പോയിട്ട് കണ്ണിൻ്റെ സ്ട്രക്ചർ പറയാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്നതെന്ന്? നിങ്ങൾക്ക് കൃത്യമായി കോർണിയ കാണിച്ചു തന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പം അറിയാം നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് സ്ക്ലീറ. സ്ക്ലീറയുടെ ട്രാൻസ്പാരൻ്റ് ആയ ഫ്രണ്ട് പാർട്ടാണ് ഇത് കോർണിയ. ഈ കോർണിയ ഒഴികെയുള്ള കണ്ണിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടിൽ മുഴുവൻ ഏതുണ്ട്? കൺജങ്ക്റ്റൈവ ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ പഠിച്ചു ആണല്ലോ. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ കൺജങ്ക്റ്റൈവ ഈസ് എ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ ഇൻക്ലൂഡിങ് ദ ഐലിഡ്സ് എക്സെപ്റ്റ് ദ കോർണിയ. ഓക്കെ, നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ടിനെ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ദ കോർണിയ. ഇറ്റ്സ് ഫങ്ഷൻസ് ആർ ടു പ്രൊട്ടക്ട് ദ ഐ, keep it moist and lubricated, and prevent dust, germs and other particles from entering the eyes. ഇതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. കൺജങ്ക്റ്റൈവക്ക് കുറേ ഫങ്ഷൻ ഉണ്ട്. ഒന്നാമത്തത് ഇറ്റ് പ്രൊട്ടക്ട് ദ ഐ. ഇതെന്ത് ചെയ്യും? കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കീപ്പ് ഇറ്റ് മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ എപ്പോഴും മോയിസ്റ്റ് ആക്കി വെക്കും. ഇറ്റ് പ്രിവെൻറ്റ് ഡസ്റ്റ്. ഓക്കെ, ഇത് പൊടിപടലങ്ങൾ കണ്ണിലേക്ക് കടക്കുന്നത് തടയും. അതുപോലെ തന്നെ ജേംസിനെ തടയും. ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഐസ്. നമ്മുടെ കണ്ണിനകത്തേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസോ ജേംസോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പാർട്ടിക്കിൾസോ കടന്നു വരുന്നത് തടയുന്ന ആളാണ് ആര്? കൺജങ്ക്റ്റൈവ. മനസ്സിലായല്ലോ? അപ്പോൾ കോർണിയ ഒഴികെയുള്ള ഭാഗത്താണ് ആരുള്ളത്? കൺജങ്ക്റ്റൈവ ഉള്ളത്. ഫങ്ഷൻ എന്താണ്? കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫങ്ഷൻ. ഈ കൺജങ്ക്റ്റൈവക്ക് വരുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് ഉണ്ടാക്കുന്നത്. ഈ അസുഖത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ചൊകചൊകാന്നായി വരുന്ന ഒരു അസുഖമാണ് ഏത്? ചെങ്കണ്ണ് ആണല്ലോ. അപ്പോൾ ഈ ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ് വരാനുള്ള കാരണം എന്താണ്? ഈ കൺജങ്ക്റ്റൈവക്ക് വരുന്ന ഇൻഫെക്ഷനാണ്. കിട്ടിയല്ലോ. നെക്സ്റ്റ്, ലാക്രിമൽ ഗ്ലാൻസ്, അതായത് ടിയർ ഗ്ലാൻസ്. ടിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലാക്രിമൽ ഗ്ലാൻസ്. ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ലാക്രിമൽ ഗ്ലാൻസ് ആണ്. ദീസ് ഗ്ലാൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഐലിഡ്സ് ടുവേർഡ്സ് ദ അപ്പർ പാർട്ട്. നമ്മുടെ കണ്ണിൻ്റെ ഐലിഡിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആര് കാണുന്നത്? ലാക്രിമൽ ഗ്ലാൻസ് കാണുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്. ടിയേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദ സർഫേസ് ഓഫ് ദ ഐസ് മോയിസ്റ്റ്, പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഈ ലാക്രിമൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിയേഴ്സിന് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഒന്നാമത്തത് കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദ ഐ മോയിസ്റ്റ്. നമ്മുടെ കണ്ണിൻ്റെ ഭാഗങ്ങൾ എപ്പോഴും വെള്ളമുള്ളതാക്കി വെക്കണം, ഈർപ്പമുള്ളതാക്കി വെക്കണം, മോയിസ്റ്റാക്കി വെക്കണം. ഇങ്ങനെ മോയിസ്റ്റാക്കി വെക്കാനും ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് കൂടിയേ തീരൂ? ടിയേഴ്സ് വേണം. അങ്ങനെ ടിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ലാക്രിമൽ ഗ്ലാൻസ്. അപ്പോൾ എന്താണ് ഫങ്ഷൻ? കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദ ഐ മോയിസ്റ്റ്, പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇത്രയാണ് ആരുടെ ഫങ്ഷൻ? ലാക്രിമൽ ഗ്ലാൻസിൻ്റെ ഫങ്ഷൻ. ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ദ എൻസൈംസ് കോൾഡ് ലൈസോസൈം
പ്രസൻറ്റ് ഇൻ ടിയേഴ്സ് ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് ഫ്രം ഇൻഫെക്ഷൻസ്. അതായത് നമ്മുടെ കണ്ണിനകത്ത് ഒരു എൻസൈം ഉണ്ട്. ടിയർ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിയേഴ്സിനകത്ത്, ലാക്രിമൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിയേഴ്സിനകത്ത് ഒരു എൻസൈം ഉണ്ട്. അതിൻ്റെ പേരാണ് ലൈസോസൈം. ഈ ലൈസോസൈം ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ്. അതായത് ജേംസിനെ കൊല്ലുന്ന ഒരാളാണ്. അത് പഠിക്കണം. ലൈസോസൈം തെറ്റിപ്പോവരുത്. ലൈസോസോം എന്നൊന്നും എഴുതി പോവരുത്, മാർക്ക് അവിടെ തന്നെ പോകും. ലൈസോസോം അല്ല, ലൈസോസൈമാണ്. ഇനി ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വീണ്ടും അത് തെറ്റിക്കണ്ട, ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞുതരാം. ലൈസോസോം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു സെൽ ഓർഗനലാണ്. ലൈസോസോം ഇറ്റ്സ് എ സെൽ ഓർഗനൽ. അതേസമയം ലൈസോസൈം അതിൽ തന്നെ ഉണ്ട് സൈം, എൻസൈമാണ്. അതാണ് ടിയർ ഗ്ലാൻഡിലുള്ളത്. ടിയർ ഗ്ലാൻഡിലല്ല, ടിയറിലുള്ളത്, കണ്ണുനീരിലുള്ളത്. ക്ലിയർ ആണല്ലോ? ദെൻ ഇൻഡിക്കേറ്റേഴ്സ്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ് ശരിക്കും. നോക്കിക്കോളൂ. പൊസിഷൻ ഓഫ് ദ ഐ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻസൈഡ് ദ ഐ സോക്കറ്റ്. കൃത്യമായി നമുക്കത് മനസ്സിലായി. പൊസിഷൻ എവിടെയാണ്, കണ്ണ് എവിടെയുള്ളത്? ഇൻസൈഡ് ദ ഐ സോക്കറ്റ്. ഐ സോക്കറ്റിനകത്താണ് ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ, ഫങ്ഷൻസ് ഓഫ് ഐ മസിൽസ്. ഐ മസിൽസിൻ്റെ ഫങ്ഷൻ എന്താ? ഹോൾഡ് ദ ഐസ് പ്രോപ്പർലി ഇൻ ദ ഐ സോക്കറ്റ്. ഐ സോക്കറ്റിനകത്ത് കറക്റ്റായിട്ട് ആരെ പിടിച്ച് വെക്കുക? കണ്ണിനെ പിടിച്ച് വെക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഐ മസിൽസിൻ്റെ ഫങ്ഷൻ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഐലിഡ്, ഐലാഷസ് എക്സെട്ര. ഐലാഷസും ഐലിഡ്സൊക്കെ എന്തിനാ? ഇറ്റ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. നിങ്ങളുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളാണ് ഇവരൊക്കെ, ഐലാഷസും ഐലിഡ്സും ഒക്കെ. അതായത് കൺപീലികളും കൺപോളകളും ഒക്കെ കണ്ണിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് കൺജങ്ക്റ്റൈവ ആൻഡ് ടിയേഴ്സ്. കൺജങ്ക്റ്റൈവയുടെയും ടിയേഴ്സിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺജങ്ക്റ്റൈവ ഈസ് ടു പ്രൊട്ടക്ട് ദ ഐ. ഓക്കെ, കൺജങ്ക്റ്റൈവ എന്തിനാണ്? പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ആൻഡ് കീപ്പ് ഇറ്റ് മോയ്സ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. ഇതെന്ത് ചെയ്യും? കണ്ണിൻ്റെ മുൻഭാഗത്തെ മോയ്സ്റ്റ് കണ്ടൻറ്റ് ലൂബ്രിക്കേറ്റഡ് ആക്കി വെക്കും. ആൻഡ് പ്രിവെൻറ്റ് ഡസ്റ്റ്, ജേംസ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഐ. നമ്മുടെ കണ്ണിനകത്തേക്ക് ഡസ്റ്റും ജേംസും ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? കൺജങ്ക്റ്റൈവ. ടിയേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദ ഐ മോയ്സ്റ്റ്. അതായത് ടിയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടു കീപ് ദ സർഫസ് ഓഫ് ദ ഐ മോയ്സ്റ്റ്. കണ്ണിൻ്റെ മുൻഭാഗത്തെ സർഫസിന് എന്ത് ചെയ്യും? മോയ്സ്റ്റ് കണ്ടന്റ് ഉള്ളതാക്കി വെക്കും. ആൻഡ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽ. ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും കണ്ണിന്, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യും. The enzyme that is present inside the tear is called a lysozyme. It helps to protect from infection. ഞാനത് കുറച്ച് ഡീറ്റെയിൽ ആയി കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് കണ്ണുനീരിൻ്റെ, അതായത് ടിയേഴ്സിൻ്റെയും കൺജങ്ക്റ്റൈവയുടെയും ഫംഗ്ഷൻ ഇൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈസോസൈമും കൂടെ ആഡ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾ പഠിച്ചത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻസും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷനും കണ്ണ് എവിടെ പൊസിഷൻ, അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചർ പഠിക്കും. ഓക്കെ, ഇന്ന് അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ലോണം ലെങ്തി ആവും. ഇതിപ്പോൾ എനിക്കറിയാൻ മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ക്ലാസ് മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ എന്നറിയാം. നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. ഇതൊന്ന് കേൾക്കുക, ഇതൊന്ന് പഠിക്കുക, ഇത് ഫിക്സ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾ ഇന്ന് തന്നെ കവർ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.